ഈ കുട്ടികളെ പല ആളുകളും ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ഫാമിലി വ്ളോഗുകളിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരതിൻ്റെ പാർട്ടാക്കുക. അവരതൊരു മേ ബി കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരതിനെപ്പറ്റി അവെയർ ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇത് എന്ത് എഫക്റ്റാണ് കുട്ടികളിലും അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്? അതും കൂടെ ഒന്ന് പറയാമോ? അത് പല രീതിയിലാണ് അതിനെ കാണേണ്ടത്. ഇപ്പം കുട്ടികൾ സന്തോഷത്തോടെ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അത് ഓക്കെയാണ്. പക്ഷേ ഈ വ്ളോഗിൽ വരണം അല്ലെങ്കിൽ ഇതുപോലെ ഒരു വൈറലാകണം എന്നുള്ള രീതിയിൽ അവരെ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ആക്സെപ്റ്റബിൾ. അങ്ങനെ ഒരിക്കലും ഒരു കുട്ടിയെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെന്ന് പറയുന്നത്, ഈ കുട്ടിക്ക് സ്വയമായിട്ട് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. എൻ്റെ പിക്ചർ ഇടണോ വേണ്ടയോ എന്നുള്ള സ്വയമായിട്ട് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. ആകാത്തടത്തോളം കാലം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നാളെ ഈ ഫോട്ടോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ലിങ്കിൽ വെച്ചിട്ടായിരിക്കും ഈ കുട്ടിയെ ചിലപ്പോൾ ചൂഷണം ചെയ്യാനായിട്ട് സാമൂഹ്യ വിരുദ്ധരുള്ളത്. അപ്പൊ ആ തരത്തിലൊക്കെ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള സത്യമാണ്. ക്രൈംസ് വരെ അതുമായിട്ട് റിലേറ്റഡ് ആവുന്നത്. ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ കേസുകളൊക്കെ വേറെ സ്ഥലങ്ങളിൽ, കിഡ്നാപ്പിംഗ് കേസുകളൊക്കെ തീർച്ചയായിട്ടും. കാരണം കുട്ടികളുടെ പബ്ലിക്കലി അവരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും സ്കൂളിലാണ് പഠിക്കുന്നത് എന്താണ് വേറെ അബൌട്ട്സ് എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഏത് രീതിയിലാണ് ആൾക്കാര് അതിന് ചൂഷണം ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അതെ അതെ. ഇപ്പൊ ഫേമസ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ തന്നെ കുട്ടികളെ ഇടുമ്പോൾ ഇങ്ങനെയല്ല കുട്ടിയെ നോക്കേണ്ടത്, അങ്ങനെ അപ്പൊ പല ആളുകളുടെ അഭിപ്രായങ്ങൾ വരുന്നു. അവര് കുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു, അവരുടെ കുട്ടികളായിട്ട് ഈ കുട്ടിയെ കാണുന്നു, തൊടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതും ഇവരുടെ ലൈഫിനെ ബാധിക്കില്ല. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, കുട്ടിക്ക് കൺസെന്റ് തരാൻ ഉള്ള ഒരു കപ്പാസിറ്റി ആയിട്ടില്ല, കുട്ടിക്കാനുള്ള വളർച്ച ആയിട്ടില്ല. പേരൻസ് ഗാർഡിയൻസ് ആണ്. അപ്പൊ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ടു ദ ബെസ്റ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡ് ആണ് അവർ നോക്കേണ്ടത്. അല്ലാതെ അവർക്ക് ഇങ്ങനെ വീഡിയോ വൈറലാക്കിയിട്ട് അവർക്ക് വരുമാനം ഉണ്ടാവുന്നു എന്നല്ല നോക്കേണ്ടത്. അവരുടെ വരുമാനം കൂട്ടാനായിട്ട് കുട്ടിയും കൂടെ ടൂൾ ആക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കാരണം അതിനകത്തൊരു ധാർമ്മികത പ്രശ്നമാണ്. ഇത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ? എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടിക്ക് ഇപ്പൊ താല്പര്യത്തോടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കഥയോ അല്ലെങ്കിൽ എന്താണെങ്കിലും കുട്ടി ഫോഴ്സ് ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. പിന്നെ ഇത് പബ്ലിക്കലി കാണിക്കണോ വേണ്ടയോ എന്നുള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കുട്ടിക്ക് ചൂഷണത്തിന് ഇടവരാൻ പാടില്ല. പിന്നെ ഈ കുട്ടിയെ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്താ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച് വരുമാന മാർഗം അതിലൂടെ ഉണ്ടാക്കാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ബാലവേല പോലും ഏറ്റവും എഗൻസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ അവരുടെ ഈ കൊഞ്ചലോ അല്ലെങ്കിൽ അവരുടെ ഈ നല്ല സംസാരങ്ങളോ അവരുടെ കളിയോ ചിരിയോ അവരുടെ അതൊന്നും ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു നിലയിലേക്ക് അൾട്ടിമേറ്റ്ലി ഇതെന്തിനാണ് ഇടുന്നത്? നമുക്ക് ലൈക്സ് കൂട്ടുക, ഷെയർ കൂട്ടുക, വരുമാന മാർഗം ഉണ്ടാക്കുക. നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിലുപരി അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഫേമസ് ആകുന്നതിലുപരി ഇങ്ങനെയും കൂടെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ കിടപ്പുണ്ട്. അപ്പൊ ആ തരത്തിലൊരു കച്ചവട മനോഭാവത്തോടെ കുട്ടിയുടെ കലയാട്ടെ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും കഴിവാകട്ടെ അവരുടെ കൊഞ്ചലാകട്ടെ ഒന്നും തന്നെ കച്ചവട മനോഭാവത്തിൽ ഇടാനായിട്ട് പാടില്ല. ഒരു ധാർമ്മികമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതിനെക്കാട്ടിലൊക്കെ ഉപരി കുട്ടിയുടെ സേഫ്റ്റിയുടെ ഒരു വിഷയം കൂടെ തന്നെയാണ്. കാരണം ചൂഷണത്തിനിടെ കാരണം കുട്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ അങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ തരത്തിൽ ചൂഷണം ചെയ്യാനായിട്ട് പാടില്ല.